അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ റിവ്യൂസും സർവേസൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വെബ്സൈറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആപ്പല്ല, വെബ്സൈറ്റാണ്. ആർക്കും നിങ്ങളെ ഫോൺ ഉപയോഗിച്ചിട്ടോ നിങ്ങളുടെ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്പോ മറ്റുള്ള എന്ത് കാര്യങ്ങളായാലും അത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോണോ ഒരു ലാപ്പോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. കൂടുതൽ ഇൻട്രോ പറഞ്ഞാൽ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നേരെ നമുക്ക് വെബ്സൈറ്റിലോട്ട് പോകാം. ഇത് വരുന്ന വെബ്സൈറ്റിൻ്റെ പേര് beta-testing.com എന്നാണ്. ഗൂഗിൾ കയറിയിട്ട് beta-testing.com എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൽ ബീറ്റാ ടെസ്റ്റിംഗ് എന്നെടുക്കുക. ഞാൻ നിങ്ങൾക്ക് സൈനിങ് മുതൽ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, ദ റിയൽ ബീറ്റാ ടെസ്റ്റിംഗ് അറ്റ് സ്കെയിൽ, ഗെറ്റ് സ്റ്റാർട്ട് ഫ്രീ. ഉണ്ടോ, എത്ര പേരുണ്ട്? 4 ലക്ഷത്തിന് അതായത് 4 മില്യൺ ആളുകൾ ഇതിൽ പാർട്ണറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിലുള്ള ഒരുപാട് സിംഗിൾ സെക്ഷനായിട്ടും മൾട്ടി ഡേ ആയിട്ടും മൾട്ടി വീക്കായിട്ടും ഒക്കെ ഇതിൽ കുറേ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കുറേ ടെസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കാര്യമായിട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു മിക്സി ആയിക്കോട്ടെ, ഓരോ ക്രീം ആയിക്കോട്ടെ, മറ്റുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ പുതിയ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾക്കൊക്കെ റിവ്യൂസ് പറയാം. ബാഡ് റിവ്യൂ ആയാലും ഗുഡ് റിവ്യൂ ആയാലും പറഞ്ഞു കൊടുത്തിട്ട് അതെന്താ ഫേക്കല്ല. കാരണം അത് അവർക്ക് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരം, ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പക്കാ ലീഗലി ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫ്രീ ആയിട്ട് തുടങ്ങുന്നു. കണ്ടോ, നിങ്ങൾ എന്താണ് ഒരു ബീറ്റ ടെസ്റ്ററായിട്ടാണോ, അതായത് വർക്ക് കമ്പനി വാണ്ട് യൂസ് എ ബീറ്റ ടെസ്റ്റിംഗ് റിസർച്ച് യുവർ പ്രൊഡക്റ്റ്. കണ്ടോളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്ക്രൈബ് നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഐ വാണ്ട് സൈൻ ബീറ്റ ടെസ്റ്റ് ആൻഡ് പെയ്ഡ് ടു ടെസ്റ്റ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആളാണ് അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരുപാട് കണ്ടോ, ഏകദേശം 350K ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഇതിൽ ടെസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 150+ ആളുകൾ ഈ കൺട്രീസിലുള്ള ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് തുടങ്ങിയത് 2012 ഓക്കെ. അതുപോലെ ഇതിൽ ഒരുപാട് ഉണ്ടോ, ഇപ്പോൾ എന്താണെന്നുള്ളത് നമുക്കിതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ, അതേപോലെ ഡിവൈസും ഉണ്ടായി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഇൻകം ഇതിൽ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മൾ ഇമെയിൽ ഇതിൽ കൊടുക്കേണ്ടതാണ്. നമ്മൾ മെയിൽ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ വർക്കുകൾ വരുന്ന നമ്മൾ മെയിലിലോട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അസസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അവർക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, നമുക്ക് അതിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലേ വേണ്ട എന്നുള്ള രീതിയിലാക്കി മതി. അതേപോലെ ഓരോ സമയത്തിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ചായിരിക്കും, ഡ്യൂറേഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് പൈസയും ഇൻസെൻറ്റീവും ഒക്കെ കിട്ടുന്നത്. അതുപോലെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഇതിൽ നമുക്ക് റിവ്യൂ പറയാനുണ്ടാവും. അപ്പോൾ അവയുടെയൊക്കെ അപ്ലിക്കേഷൻ നമുക്ക് അറിയുന്നതാവില്ല, അറിയാത്ത ഒരുപാട് അപ്ലിക്കേഷൻസിൻ്റെയൊക്കെ റിവ്യൂസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് പ്രൊഡക്ട്സാണ് ഇതിലുണ്ടാവുക എന്നുള്ളതും. അതായത് TVs, മീഡിയ ഡിവൈസസ്, നമ്മൾ ആപ്സുകൾ, അതേപോലെ വെബ്സൈറ്റ്സ്, പിന്നെ ഹാർഡ്വെയർ പ്രൊഡക്ട്സുകൾ, സ്മാർട്ട് വാക്യൂംസ്, അതൊക്കെയാണ് ഇതിലുണ്ടാകുന്നത്. പിന്നെ ഇത് ഒരു ഫീസും ഇല്ല കേട്ടോ. ഇതിന് ഇതായാലും ഫീസ് ഉണ്ടെന്ന് പറയണ്ട, നോ ആണ്. എനി ഫീസ് ഷോ ഇൻ യുവർ വെബ്സൈറ്റ് ആർ കമ്പനീസ് ദാറ്റ് യൂസ് അവർ സർവീസ് ദെയർ പ്രൊഡക്ട്സ്. ഒരു ഫീസും ഈ സർവീസിന് വരുന്നില്ല. പിന്നെ ഇതിന് എലിജിബിൾ ആവണമെങ്കിൽ 80+ ഉള്ളവർക്ക് മാത്രമാണ്, 18 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമാണ്. വിദ്യാഭ്യാസത്തിനൊരു യോഗ്യതയില്ല. 60 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, എത്ര വയസ്സുള്ളവരായിക്കോട്ടെ, 80+ നിർബന്ധമാണ്. കാരണം അവർക്കല്ലേ ഇതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് ഡോളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം നമുക്ക് ഇതൊരു ടെസ്റ്റിലൊരു ആവറേജ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് $15 to $30 വരെയാണ്. അതായത് ഒരു 45-60 മിനിറ്റാണ് ഒരു വർക്ക് ഉണ്ടാവുക. അതിന് വർക്കിനനുസരിച്ച് ഒരു $15 to $30 വരെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 2050, 1200 മുതൽ 2800 വരെയൊക്കെയുള്ള ഒരു ഇൻകം നമുക്ക് സുഖമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലെ ഹൗ ആർ പേയ്മെൻറ്റ് മെയ്ഡ്, എങ്ങനെയാണ് പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ, ഫോർ ടെസ്റ്റിങ്ങിലൂടെ ക്യാഷ് ഇൻസൈഡ് മീഡിയ പേയ്പാൽ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെന്തായാലും മണി ഏൺ ചെയ്യുന്നവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പേപ്പാൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ എന്താണ് രജിസ്ട്രേഷന് ശേഷം നടക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നമ്മളെന്താ കംപ്ലീറ്റ് ചെയ്യണം നമ്മളെ പ്രൊഫൈൽ. പിന്നെ അതിൽ ചെറിയ ഇൻഫർമേഷൻ ഉണ്ട്, കംഫർട്ടബിളായിട്ട് ഏജ്, ജെൻഡർ, ഇൻകം, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ കുറേ
മറ്റേ റിസീവ് ചെയ്യുന്ന കംപ്ലീറ്റ് നമ്മൾ പ്രൊഫൈലിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അതേപോലെ നിങ്ങളെ ഹോബീസ് എന്താണ്, ഹാബിറ്റ് എന്താണ്, നിങ്ങളെ ജോലി എന്താണ്, നിങ്ങൾക്ക് കട ഉണ്ടോ, ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, സുഖമായിട്ട് എന്ത് ചെയ്യാം, നമ്മളെ വർക്കിലോട്ട് കടക്കാം. അപ്പോൾ വേണ്ട ബിക്കം എ ബീറ്റ ടെസ്റ്റർ ടുഡേ, അവിടെ നേരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്യുക. എന്ത് ചെയ്യുക, ആദ്യം ഇത് മുഴുവനായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യാമായിരിക്കും ബെറ്റർ. ഇനി ഒരു സംശയമില്ലാത്ത രീതിയിലാണ് ഞാൻ അതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ഉണ്ടാവും ഇതിൻ്റെയൊക്കെ അവരുടെയൊക്കെ വർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ റോക്ക്, ബൈജൂസിൻ്റെ ലേണിംഗ് ആപ്പിൻ്റെ ഉണ്ട്, ജെറ്റ് ബ്ലൂ, ലീഗോ. അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് റിവ്യൂസാണ് നമ്മൾ ഇവർ കൊടുക്കുന്നത്. അവർ പൈസ കൊടുക്കുന്നതാവും. അപ്പോൾ നമുക്കത് അതിൻ്റെ ചെയ്യുമ്പോൾ ഇവർ ചെറിയ കമ്മീഷൻ എടുത്തിട്ട് നമുക്ക് അതിനുള്ള പൈസ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക് മുതൽ നിന്ന് തുടങ്ങണമെങ്കിൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ സൈനപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, മെയിൽ വെച്ച് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മളോട് ഓരോ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മുടെ സ്റ്റാറ്റസുകളാണ് ചോദിക്കുന്നത്. ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടോ, സ്മോക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതനുസരിച്ചുള്ള ജോബ് തരാനായിരിക്കും. എന്തൊക്കെയാണ് നമ്മുടെ ഹോബീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗെയിമാണെങ്കിൽ ചെസ്സ്, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും. അതുപോലെ ഒരുപാട് മറ്റേ ഹോബീസ് ഉള്ളവരുണ്ടാവാം. ചിലവരെന്തായിരിക്കും ഡാൻസ് കളിക്കാൻ ഇഷ്ടമാവും, ചിലർക്ക് ഡ്രോയിങ് ആക്കും, ചിലർക്ക് പലതും അല്ലേ. ചിലർക്ക് ഒരുപാട് മ്യൂസിക് ഉണ്ടാക്കാനാവും, പെറ്റ്സ് ആവും, പ്രോഗ്രാമിംഗ് ആവും. അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ഇതിലുണ്ട്. അതുപോലെ നിങ്ങൾ വളണ്ടിയർ ചാരിറ്റി വർക്കിലൊക്കെ ഉണ്ടോ, അതൊക്കെയാണ് ചോദിക്കുന്നത്. പുറത്ത് പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. അതുപോലെ എന്തെങ്കിലും പ്ലാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ റൈഡ് ഷെയറിങ് സർവീസിൽ നടത്താറുണ്ടോ, അറിയുന്നത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് വെച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്താൽ മതി. ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എയർലൈൻ എന്നൊക്കെയാണ്, നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒന്നും വേണ്ട, ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്തായി, ഏകദേശം സബ്മിറ്റ് ചെയ്തു. ഇനി അടുത്തത് എടുക്കുക. അങ്ങനെ 9 സ്റ്റെപ്പ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് വർക്ക് കിട്ടുന്നത്. പിന്നെ അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ചെയ്തിട്ടേ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മളുടെ ഈ 3 ഐക്കൺ കാണുന്ന അവിടെ തൊട്ട് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ യുവർ ടെസ്റ്റസ് കണ്ടോ. യുവർ ടെസ്റ്റിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടെസ്റ്റുകൾ കണ്ടോ. കറണ്ട് ടെസ്റ്റുകളൊന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ബ്രൗസ് പബ്ലിക് ടെസ്റ്റ് ലിസ്റ്റിങ്ങിലൊന്നും വന്നില്ല. യുവർ പാസ്റ്റ് ടെസ്റ്റ്, അതായത് നാളത്തെ ഒരു 24 മണിക്കൂറിനുള്ളിൽ വരുന്നതാണ്. അതുപോലെ നമ്മളെ പ്രൊഫൈലിലോട്ട് പോകാൻ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പ്രൊഫൈലിലോട്ട് പോകാൻ ഇതേപോലെ ചെയ്യാവുന്നതാണ്. 3 ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് അവിടെ എന്തെങ്കിലും മാറ്റം വരുത്താനോ നമുക്ക് കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യണം, കൂടുതൽ ടെസ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രൊഫൈലിലൊക്കെ ചേഞ്ചസ് വരുത്താം. അതുപോലെ സെറ്റിങ്സിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലൊക്കെ അവിടെ എന്ത് ചെയ്യാൻ പോകുന്നതാണ്. അതുപോലെ നമുക്ക് പേയ്മെൻറ്റിൽ പ്രൂവ് ആണല്ലോ, ഫേക്ക് അല്ല എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെ അഡ്രസ്സുകളോ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതും ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ നിലവിൽ അക്കൗണ്ട് ബാലൻസ് ഒന്നുമില്ല. പേപ്പാൽ നിർബന്ധമാണ്. നമുക്ക് പേയ്മെൻറ്റ് അവയിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക. ഇപ്പോൾ ഞാനതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കണ്ടോ. ആ മെസ്സേജിൻ്റെ ഐക്കണിൽ കണ്ടോ, ഹായ് ടെസ്റ്റ് ബീറ്റ ടെസ്റ്റിംഗ് ടിപ്പിക്കലി റിപ്ലേസ് ഇൻ എ ഫ്യൂ മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിക്ക് ടെസ്റ്റ് ഇട്ട് വരാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മളെ മെയിലും കാര്യങ്ങളും മെസ്സേജുകളൊക്കെ അയച്ചിട്ട് നമ്മൾ ഒരുപാട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾക്കിത് പെട്ടെന്ന് നിന്ന് പോകുന്നതെന്നല്ല. ഒരുപാട് നിങ്ങളെ ലാപ്ടോപ്പ് ആയാലും സിസ്റ്റം ആയാലും എന്ത് ഉപയോഗിച്ചു, ഫോൺ ഉപയോഗിച്ചോ ഐഫോൺ ഉപയോഗിച്ചോ ഒക്കെ ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പൈസ ഏൺ ചെയ്യുക, എല്ലാവർക്കും പൈസ കിട്ടട്ടെ. എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ടെലിഗ്രാം ചാനൽ താഴെ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്തിട്ട് കയറുക. ഞാൻ മറ്റേ ബീറ്റ ടെസ്റ്റിങ്ങിൻ്റെ സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഗൂഗിളിൽ പോയിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ഓരോന്ന് ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അതൊക്കെ നിങ്ങളിലോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. അതുപോലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും മറ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക, നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകും. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു പുതിയ ആളാണ്, അപ്പോൾ നമുക്ക് ന്യൂ യൂസറാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫ്രഷാണ്, ബിഗിനറാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് പഠിച്ച് നല്ല രീതിയിലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. എന്തായാലും ഇപ്പോൾ കോടികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മൾ ഓരോ ദിവസത്തെ പ്രശ്നങ്ങൾ നമുക്ക് തീർത്ത് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വെബ്സൈറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.